ഈശ്വരീയ കുട. ആകാശത്ത് പരുന്ത് വട്ടമിട്ട് പറക്കുമ്പോൾ ഈ കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ? അമ്മ കോഴിയുടെ ചിറകിനടിയിൽ പോയിട്ട് സുരക്ഷിതമായിട്ടിരിക്കും. എത്രയോ വലിയൊരു കോട്ടയ്ക്കുള്ളിൽ ഞാൻ സുരക്ഷിതമായിരിക്കുന്നു എന്ന മനോഭാവത്തോടു കൂടിയാണ് ആ കോഴിക്കുഞ്ഞുങ്ങള് അമ്മക്കോഴിയുടെ ചിറകിനടിയിൽ ഒളിഞ്ഞിരിക്കുന്നത്, അല്ലേ? അതേപോലെ നമ്മളും ഈശ്വര ധ്യാനം ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ഈശ്വരീയ സ്നേഹം, പരമാത്മശക്തികള് ഒരു കുട പോലെ നിവർന്ന് ആ ഈശ്വരീയ കുടക്കീഴിനുള്ളിൽ, പരമാത്മ സ്നേഹത്തിന്റെ കുടക്കീഴിനുള്ളിൽ നമുക്ക് ഇത്രയും ശക്തി ഫീൽ ചെയ്യും. ഈശ്വരീയ കുട ഒരു കോട്ട പോലെയായി മാറുന്നത് നമുക്ക് ഫീൽ ചെയ്യും. ആ ഈശ്വരീയ കോട്ടയ്ക്കുള്ളിൽ നമുക്ക് സുരക്ഷിതരാണെന്ന അനുഭവം ഉണ്ടാകും. ജീവിതത്തിൽ ചെറുതും വലുതുമായ പരുന്തുകള്, അത് പരുന്തല്ലെങ്കിൽ സ്രാവ് പോലെ നമ്മളെ വിഴുങ്ങാൻ വന്നാലും, എത്ര വലുതും ചെറുതുമായ പ്രശ്നങ്ങൾ നമുക്ക് ക്രോസ് ചെയ്യുമ്പോഴും ഡെയിലി ധ്യാനം ചെയ്യുകയാണെങ്കിൽ, രാജോഗ ധ്യാനം പരിശീലിക്കുന്നതിലൂടെ നമുക്ക് ചുറ്റും ആ ഈശ്വരീയ കുട സദാ നിവർന്നിരിക്കുന്നത്, നിവർന്ന കുടയായി നമുക്ക് ഈശ്വരീയ ശക്തികളുടെ കോട്ട ഫീൽ ചെയ്യും. അങ്ങനെ ഈശ്വരീയ ശക്തികളുടെ കോട്ടയ്ക്കുള്ളിൽ നമുക്ക് എന്നും സുരക്ഷിതരായിരിക്കാം. എത്ര വലിയ പ്രശ്നങ്ങളെ അതിജീവിക്കുമ്പോഴും നമുക്ക് ആ സുരക്ഷിതത്വത്തോടുകൂടി, ധൈര്യത്തോടുകൂടി എന്തിനേയും നേരിടാം. ഒരു നിമിഷം നമുക്ക് ധ്യാനം ചെയ്യാം. ഫീൽ ചെയ്യും, ഞാൻ ഭഗവാന്റെ കുട്ടിയാണ്. ഈശ്വരീയ ശക്തികളുടെ ശിരസിന് മുകളിൽ ഒരു കുട പോലെ സർവശക്തിവാന്റെ ശക്തികൾ എനിക്ക് ചുറ്റും ഒരു കോട്ടയായി, കുടയായി മാറിയിരിക്കുകയാണ്. ഈശ്വരീയ ശക്തികളുടെയും അനുഗ്രഹത്തിൻ്റെയും കുടക്കീഴിനുള്ളിൽ ഞാൻ, എൻ്റെ കുടുംബം സദാ സുരക്ഷിതമാണ്.